അനു ഒന്നുകൊണ്ട് വന്നേ. അമ്മേ എന്താമേ മുഖം തുടങ്ങി എന്താണ് പറ്റിയേ? അയ്യോ രമേശേട്ടാ അമ്മേ എന്ത് പറ്റി അപ്പച്ചി? മുളക് പൊടി കണ്ടുപോയതാ. കണ്ണു തുറക്ക് അപ്പച്ചി. അപ്പച്ചി കണ്ണു തുറക്ക്. അയ്യോ അങ്ങോട്ട് ഇരിക്കാം. അയ്യോ എന്താ അമ്മേ പറ്റിയേ? മോളെ മോളെ കുറച്ച് വെള്ളം കൊണ്ടുവന്നേ. അപ്പച്ചി കണ്ണു തുറക്ക് അപ്പച്ചി. കണ്ണു തുറക്ക് അപ്പച്ചി. അമ്മായി കണ്ണ് കഴുക. അപ്പച്ചി അയ്യോ അയ്യോ എങ്ങനെയാണ് മുളക് പൊടി പറന്ന് കണ്ണി പോയത്? അവിടെ ആ ഫാൻ കറങ്ങിക്കൊണ്ടിരിക്കുന്നു. അതിന്റെ കാറ്റടിച്ചാ മുളക് പൊടി കണ്ണിലേക്ക് പോയത്. ഈ ഫാൻ അമ്മായി തുടക്കേ. അപ്പച്ചി സുഖമായിട്ട് കാറ്റ് കൊണ്ടുകൊണ്ടിരുന്ന എന്റെ അടുത്തുനിന്ന് ഫാൻ എടുത്തോണ്ട് വന്നത് ഇതിനായിരുന്നോ? അപ്പൊ അതായിരുന്നു പ്ലാൻ. അമ്മായി നോക്കട്ടെ, മുഖം തുടക്കട്ടെ. അമ്മായി ഒന്നും പറയണ്ട. എന്താ ബാലം മാമേ? അവക്കൊണ്ടി ഒന്നും ചെയ്തു കൊടുക്കണ്ട. എന്താ ഇത് മാമ? അവനവൻ കുഴിച്ച കുഴിയിൽ വീഴാന്നൊക്കെ കേട്ടിട്ടില്ലേ? അതാ ഇപ്പൊ കാണുന്നു. അയ്യോ നിന്റെ മുഖത്തും കണ്ണിലും മുളക് പൊടി വിടാൻ വേണ്ടി ഇവള് തന്നെ ഈ ഫാൻ ഇവിടെ കൊണ്ടുവച്ചു. നിന്റെ ഭാഗ്യം കൊണ്ട് ആ സമയത്ത് കറണ്ട് ഉണ്ടായിരുന്നില്ല. അതോർക്കാതെ ഇവള് തന്നെ പണി വാങ്ങി വെച്ചതാ. എന്നിട്ട് കിടന്ന് മോങ്ങുന്ന കണ്ടില്ലേ? നിനക്കിതൊന്നും പോരാ ഹേമൻ. നിന്നെയൊക്കെ ചൂടുവെള്ളത്തിൽ മുക്കാ വേണ്ടത്. ബാലമാമേ അങ്ങനൊന്നും പറയല്ലേ, നല്ല നീറ്റലുണ്ടാവും. നീ ഇതുപോലെ നീറിപ്പോകുന്ന കാണാനല്ലേ ഇവളിത് ചെയ്തത്. നിന്റെ മനസ്സ് നല്ലതാ, അതുകൊണ്ട് നിനക്കൊന്നും സംഭവിക്കായിരുന്നു. അവിടെ കരച്ചില് കണ്ണു നീറിയിട്ടൊന്നുമല്ല, മനസ്സ് നീറിയിട്ട. കാരണം നിന്റെ കണ്ണിൽ മുളക് പൊടി വീഴ്ത്താൻ പറ്റിയില്ലല്ലോ. മോളെന്തിനാ വിഷമിക്കുന്നേ?